മേയർ MLA ദമ്പതികളും KSRTC ഡ്രൈവറും തമ്മിൽ തർക്കമുണ്ടായ ശേഷം KSRTC ബസ്സിലെ CCTV മെമ്മറി കാർഡ് കാണാതായ കേസിൽ ഇന്ന് പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലായിരുന്നു ചോദ്യം ചെയ്യൽ. ഡ്രൈവർ HL യദു, കണ്ടക്ടർ സുബിൻ, സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവ് എന്നിവരെ തമ്പാനൂർ സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചു എന്ന വാർത്ത വരുന്നു. മൊഴികളിലെ വൈരുദ്ധ്യത്തിൽ വ്യക്തത വരുത്താൻ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. AV ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, എത്ര മണിക്കൂർ ഇവരെ ചോദ്യം ചെയ്തു? പോലീസിന് വേണ്ടുന്ന വിവരം ഇവരിൽ നിന്ന് ലഭിച്ചോ? SKN ഈ കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് കാണാതാവുമായി ബന്ധപ്പെട്ട പോലീസ് വളരെ വിശദമായ ചോദ്യം ചെയ്യലാണ് ഇന്ന് നടത്തിയത്. തമ്പാനൂർ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്തത്. കമ്മീഷണർ ഓഫീസിൽ വെച്ചായിരുന്നു ഇന്ന് ചോദ്യം ചെയ്യൽ. ഈ കേസുമായി ബന്ധപ്പെട്ട കണ്ടക്ടർ സുബിനൊപ്പം തിരുവനന്തപുരം KSRTC ഡിപ്പോയിലെ സ്റ്റേഷൻ മാസ്റ്റർ എന്നിവരെ രാവിലെ മുതൽ തന്നെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഇരുവരെയും വീട്ടിൽ ചെന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയാണ് രാവിലെ മുതൽ ചോദ്യം ചെയ്യൽ നടത്തിയത്. ഇവരിൽ നിന്ന് വിശദമായ മൊഴി ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് എഴുതിയെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ബസ്സിലെ ഡ്രൈവറായിരുന്ന യദുവിനെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഇയാളെയും വിശദമായി ചോദ്യം ചെയ്തു. ഈ യദുവിൻ്റെ മൊഴികളിൽ ചില വൈരുദ്ധ്യമുണ്ടെന്നാണ് നിലവിൽ പോലീസിന്റെ നിഗമനം. കാരണം ഈ ബസ്സിലെ കണ്ടക്ടറും ഒപ്പം തന്നെ KSRTC ഡിപ്പോ ചുമതലയുള്ള ആളും നൽകിയ മൊഴികളിൽ നിന്ന് യദു നൽകിയ മൊഴിയിൽ ചില വ്യത്യാസങ്ങളുണ്ട്. രണ്ടാമത് KSRTC ബസ്സിൽ ഈ സംഭവത്തിന് ശേഷം വന്നതായി മറ്റുമുള്ള കാര്യങ്ങളിലാണ് നിലവിൽ വൈരുദ്ധ്യമുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ മൊഴികൾ കൃത്യമായി പരിശോധിച്ച് ഇവരെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഏത് നിമിഷവും ഏത് സമയവും ചോദ്യം ചെയ്യലിന് ആവശ്യപ്പെട്ടാൽ എത്തണമെന്നാണ് നിലവിൽ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ചോദ്യം ചെയ്യൽ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. 3 പേരെയും പോലീസ് വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ തെളിവ് ശേഖരിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധന ഫലം കൂടി ലഭിക്കുന്നതോടെ കൂടുതൽ വ്യക്തത വരുമെന്നാണ് നിലവിൽ പോലീസിന്റെ ധാരണ. എന്തായാലും ആ ഒരു പരിശോധന ഫലത്തിന് വേണ്ടിയാണ് പോലീസ് കാത്തിരിക്കുന്നത്. എന്തായാലും താങ്ക് യു AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്നാണ് ജയശങ്കർ നമുക്കൊപ്പം ചേർന്നത്. ഈ വിവാദ പ്രശ്നത്തിൽ തമ്പാനൂർ പോലീസ് ഡ്രൈവർ യദുവിനെയും മറ്റും ചോദ്യം ചെയ്ത് ഇന്ന് വിട്ടയച്ചു. വീണ്ടും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.